എല്ലാവർക്കും ഡേ 21 വാരാഹി മോർണിംഗ് പ്രയറിലേക്ക് സ്വാഗതം. വാരാഹി മന്ത്രം നിത്യവും ജപിക്കൂ, സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും വാരാഹി അമ്മ. അത്രയും പവർഫുള്ളായിട്ടുള്ള ഈ ഒരു മന്ത്രം ഉരുവിടുന്നതിലൂടെ ധനം, നിങ്ങൾക്ക് ശ്രേയസ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഉയർച്ച, രോഗശമനം, അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉള്ള ഒരു മന്ത്രമാണ് വാരാഹി മന്ത്രം. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ട ദേവിയാണ്. മൃഗരൂപം പൂണ്ട ദേവി ആയതുകൊണ്ട് തന്നെയും വളരെ പവർഫുള്ളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാനായിട്ട് അമ്മ സഹായിക്കും. നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അത്രയും നമ്മുടെ വീട്ടിലത്തെ സ്വന്തം പാരൻസ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് തോന്നും ഈ ഒരു മന്ത്രം ആക്ച്വലി നമ്മളെ തന്നെ ഡെയിലി സ്ട്രോങ്ങർ ആക്കാൻ നമ്മളെ സഹായിക്കും. അത്രയും ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടുന്ന ഒരു മന്ത്രമാണ് വാരാഹി മന്ത്രം എന്ന് പറയുന്നത്. അത് യൂസ്ഡ് അല്ലെങ്കിൽ അത് ഡെയിലി ജപിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു മന്ത്രശക്തിയെക്കുറിച്ച് അറിയാനാവുള്ളൂ. അത്രയും പവർഫുള്ളാണ്. ഈ വീഡിയോ കാണുന്നവരാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം തുടർച്ചയായി ഡെയിലി ജപിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയും എങ്ങനെയാണ് ജപിക്കേണ്ടത്, ഏത് രീതിയിലാണ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയും. അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഫോളോ ചെയ്യണം. ഞങ്ങൾ എല്ലാ മാസവും ഡേ 1 തൊട്ട് ഡേ 21 വരെയുള്ള പൂജ ചെയ്തു വരികയാണ്. അപ്പം ഡെയിലിയും ഉണ്ട്. അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് കിട്ടാറുണ്ട്. അതായത് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസവും ഇതേപോലെ ഡേ 21 വരെയുള്ള പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസം ഡേ 21 മോർണിംഗ് പ്രെയറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ പവർഫുള്ളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ ദയവ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. 21 തവണയാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത്. വാരാഹി ദേവിയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ 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 പവർഫുള്ളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമുക്ക് അത് നടന്നു കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് നടന്നു കിട്ടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് വാരാഹി ദേവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തതും 4 പേർക്ക് വാരാഹി അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് കരുതി ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പണമായിട്ട് ആരോടും ഒന്നും ചോദിക്കുന്നില്ല. എന്നാൽ നമുക്കൊരു അനുഭവം കിട്ടി, നല്ല അനുഭവം കിട്ടി. അതുകൊണ്ട് അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ എന്താ തെറ്റെന്ന് എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു. അതെന്തുകൊണ്ടും ശരിയാണെന്ന് എനിക്കും തോന്നി. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി അത് ആഗ്രഹിച്ച് കിട്ടാനായിട്ട് നമ്മൾ പ്രെയർ ചെയ്താൽ അത് നടക്കില്ല. അതേസമയം നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും രക്ഷപ്പെട്ടോട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, നമ്മുടെ കാര്യം അന്നേരം പതിയെ നടന്നു വന്നോളൂ. നമ്മൾ ഒരിക്കലും ഒരാൾ നശിക്കാനായിട്ട് പ്രാർത്ഥിക്കില്ല, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത്. എല്ലാവരുടെ മനസ്സും ഒരുപോലെയല്ല, നമുക്കറിയാം. പക്ഷെ നമ്മളെപ്പോഴും നേർവഴി അല്ലെങ്കിൽ സത്യസന്ധമായി നല്ല രീതിയിൽ പോവുക, ദൈവത്തെ ചേർത്ത് പിടിച്ച് അങ്ങനെ പോവുക. അതല്ലാതെ നമ്മൾ മോശപ്പെട്ട ആളുകളുടെ കൂട്ടുകൂടി ജീവിതം വഴിതെറ്റി പല രീതിയിൽ മോശപ്പെട്ട അവസ്ഥയിലൊക്കെ ആവുന്നത് പലരും അതറിയാതെ പോകുന്നത് കൊണ്ടാണ്, ചതിക്കപ്പെടുന്നതുകൊണ്ടാണ്. ചിലരും അറിഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു ഗുണവും കിട്ടാനില്ല. അതിനേക്കാളും ബെറ്റർ എന്താണ്, നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മൾ വേണം, അല്ലെങ്കിൽ നമ്മളെ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവില്ലേ? അപ്പോൾ അവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ പാടില്ലേ, അല്ലേ? സത്യസന്ധമായ രീതിയിൽ ജീവിക്കുക. ഒരുപാട് സത്യസന്ധയായാലും പ്രശ്നമാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മളെ എതിർക്കാൻ വരുന്നവരെ, അല്ലെങ്കിൽ നമ്മളെ മോശമായ രീതിയിലേക്ക് ആക്കാൻ വരുന്നവരെ നമ്മൾ തടയണം. അത് ചെയ്യണം.
അതുപോലെ നമ്മൾ തെറ്റ് കണ്ടിട്ട് നമ്മൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം, അല്ലേ? അതൊക്കെ ചെയ്യണം എന്ന് കരുതി നമ്മൾ മോശപ്പെട്ടവരുടെ കൂടെ പോകണം എന്നുള്ളതല്ല ഈ പറയുന്നത്. എപ്പോഴും നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, എല്ലാവരും നല്ലത് മാത്രം നല്ലതായി തീരട്ടെ എന്നുള്ള രീതിയിൽ, അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ചൊരിയട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം എപ്പോഴും. നമ്മുടെ കാര്യങ്ങൾ അന്നേരം പതിയെ വന്നോളും. നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ദേവി ഉണ്ടാവുന്നത്, അല്ലേ? നമ്മുടെ മനസ്സ് അശുദ്ധമാണെങ്കിൽ അവിടെ ദൈവത്തിന് പോലും സ്ഥാനം ഉണ്ടാവില്ല. പതിയെ പതിയെ ദൈവം അവിടെ നിന്ന് മാറും. പിന്നെ നമ്മൾ വിളിച്ചാൽ പോലും ആ ഒരു ദൈവം നമ്മുടെ അടുത്തേക്ക് വരില്ല, അല്ലേ? അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല ചിന്ത, നല്ല രീതിയിലുള്ള ഇടപെടലുകൾ, നല്ല ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർ, അല്ലെങ്കിൽ നല്ല ആളുകൾ, അല്ലേ? ഇവരൊക്കെ ആയിട്ട് വേണം നമ്മൾ സംസർഗം പാലിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് വാരാഹി അമ്മയെ ചേർത്ത് പിടിക്കുക. അബദ്ധത്തിലൊന്നും പോയി ചാടരുത്, ചതിക്കപ്പെടരുത്. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്നതായിട്ട് 4 പേരോട് ചോദിച്ചിട്ട് ചെയ്യുക. നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് 10 പേരോട് പറയരുത്, അത് നടന്ന ശേഷം പറയുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവരും യൂഷ്വലി അങ്ങനെ ആവുള്ളൂ. പക്ഷെ അത് പൂർണ്ണമായും നടന്ന ശേഷം മാത്രം പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചിലർ മറന്ന് ചെയ്യാറുണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വാരാഹി അമ്മയുടെ മന്ത്രം ഏതാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ കൂടെ ജപിക്കുക. 21 തവണയാണ് ജപിക്കേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, മുഴുവൻ കാണണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു. ഓം വിദ്യായേ നമഃ. 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 ഓം വിദ്യായേ നമഃ.
ॐ विद्याये नमः। 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 ॐ विद्याये